നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾ ഇത്തവണ മടങ്ങാൻ നിർബന്ധിതരാകും. കൂടുതൽ തൊഴിൽ മേഖലകൾ സ്വദേശിവൽക്കരിക്കാൻ സൗദി. മലയാളികളെ അടക്കം ബാധിക്കുന്ന വിവിധ ജോലികൾ മറ്റന്നാൾ മുതൽ സൗദിയിൽ സ്വദേശിവൽക്കരിക്കുന്ന നടപടിയിലേക്ക് കടക്കുകയാണ്. മലയാളികൾ കൂടുതലായി ജോലി ചെയ്യുന്ന വിവിധ ജോലികളാണ് സ്വദേശിവൽക്കരിക്കുന്നത്. ഇതോടെ നിരവധി പ്രവാസികളുടെ തൊഴിൽ നഷ്ടമാകും. സ്വദേശിവൽക്കരണം ഏർപ്പെടുത്തുന്നതിലൂടെ 20,000-ഓളം വിദേശികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുമെന്നാണ് കണക്കാക്കുന്നത്. ഡാറ്റ എൻട്രി, ക്ലാർക്ക് ജോലി അടക്കം വിവിധ ജോലികളാണ് ഞായറാഴ്ച മുതൽ സ്വദേശിവൽക്കരിക്കുന്നത്. ഓഫീസ് സെക്രട്ടറി, ട്രാൻസ്ലേറ്റർ, സ്റ്റോർ കീപ്പർ, ഡാറ്റ എൻട്രി എന്നീ ജോലികളാണ് സമ്പൂർണമായും സ്വദേശിവൽക്കരിക്കാൻ ഒരുങ്ങുന്നത്. ഈ ജോലികളിൽ 100% സ്വദേശിവൽക്കരണം നടപ്പാക്കുക. ഈ ജോലികളിൽ അധികവും മലയാളികൾ അടക്കമുള്ള വിദേശികൾ നിലവിൽ തൊഴിലെടുക്കുന്നവയാണ്. 5 മാസം മുൻപ് തന്നെ തൊഴിൽ മന്ത്രാലയം ഈ ജോലികൾ അത്രയും സ്വദേശിവൽക്കരിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു. 6 മാസത്തെ സാവകാശം നൽകിയ ശേഷമാണ് ഇപ്പോൾ ഈ മേഖലകളിൽ സ്വദേശിവൽക്കരണത്തിന് സൗദി ഒരുങ്ങുന്നത്. കഴിഞ്ഞ ഒക്ടോബറിൽ ഇത് സംബന്ധിച്ച തീരുമാനം സൗദി മാനവ വിഭവശേഷി മന്ത്രി പുറപ്പെടുവിച്ചിരുന്നു. ട്രാൻസ്ലേറ്റർ, സ്റ്റോർ കീപ്പർ എന്നീ ജോലികൾക്ക് ഏറ്റവും കുറഞ്ഞ ശമ്പളം 5,000 റിയാലായും നിജപ്പെടുത്തി. മാർക്കറ്റിംഗ് വിഭാഗത്തിൽ 5-ൽ കൂടുതൽ ജീവനക്കാരുള്ള സ്ഥാപനത്തിലെ 30% മാർക്കറ്റിംഗ് ജോലികൾ സ്വദേശിവൽക്കരിക്കാനുള്ള തീരുമാനവും മന്ത്രാലയം പ്രഖ്യാപിച്ചിരുന്നു. ഈ തീരുമാനവും ഞായറാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. മാർക്കറ്റിംഗ് ജോലികളിൽ ഏർപ്പെടുന്നവർക്ക് കുറഞ്ഞ ശമ്പളം 5,500 റിയാലായും നിജപ്പെടുത്തിയിട്ടുണ്ട്. സ്വദേശിവൽക്കരണ നടപടികളുടെ വിശദാംശങ്ങൾ സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പുതിയ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ പിഴയുണ്ടാകുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സ്വദേശികളെ നിയമിക്കുന്ന സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾക്ക് പ്രോത്സാഹനവും പിന്തുണയും നൽകുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. സ്വദേശികളായ യുവതി യുവാക്കൾക്ക് സ്വകാര്യ മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകാനും തൊഴിൽ വിപണിയിൽ അവരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും മന്ത്രാലയം നടത്തിവരുന്ന പ്രവർത്തന പദ്ധതിയുടെ ഭാഗമാണിത്. 20,000 തൊഴിലവസരങ്ങളാണ് ഇതിലൂടെ സ്വദേശികൾക്ക് ലഭിക്കുകയെന്നാണ് വിവരം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.